തെരഞ്ഞെടുപ്പ് സർവേകളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വിശ്വസനീയത പുലർത്തുന്ന ലോക് പോൾ അവരുടെ 2 സർവേ ഫലങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നു. നേരത്തെ മഹാരാഷ്ട്രയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്നുള്ള പ്രവചനം അവർ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ഫലം പുറത്തു വന്നിരിക്കുന്നു. ഈ 2 ഇടങ്ങളിലും കഴിഞ്ഞ തവണ BJP സമ്പൂർണ്ണ വിജയം നേടിയതാണ്. പക്ഷേ ഇക്കുറി 2 ഇടത്തും ആ സമ്പൂർണ്ണ വിജയം ആവർത്തിക്കില്ല എന്ന് ലോക് പോൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ രാജസ്ഥാനിലായാലും ഗുജറാത്തിലായാലും BJPക്കുള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും 4 സീറ്റുകളെങ്കിലും ചുരുങ്ങിയത് രാജസ്ഥാനിലും 2 സീറ്റുകളെങ്കിലും ചുരുങ്ങിയത് ഗുജറാത്തിലും BJPക്ക് നഷ്ടമാകുമെന്നും നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോക് പോളിൻ്റെ സർവേയും പുറത്തു വരുന്നത്. ലോക് പോൾ പറയുന്നത് ഗുജറാത്തിലെ 26 സീറ്റിൽ 21 മുതൽ 23 വരെ സീറ്റ് മാത്രമേ BJPക്ക് ലഭിക്കൂ എന്നുള്ളതാണ്. അവിടെ 3 മുതൽ 5 വരെ സീറ്റുകളുടെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഏറ്റവും ചുരുങ്ങിയത് 3 സീറ്റെങ്കിലും BJPക്ക് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഗുജറാത്ത് മാറിയിരിക്കുന്നു എന്നർത്ഥം. രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ കുറെ കൂടി സങ്കീർണമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ. അവിടെയുള്ള 25 സീറ്റിൽ 25 നേടിയ BJPക്ക് ഇത്തവണ പരമാവധി 17 മുതൽ 19 വരെ സീറ്റുകളെ നേടാനാകൂ എന്നുള്ളതാണ്. കോൺഗ്രസ് 6 മുതൽ 8 വരെ സീറ്റ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും RLPയും BJPയും CPMും അടങ്ങുന്ന സഖ്യം 6 മുതൽ 8 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത. അതൊരു ചെറിയ കാര്യമല്ല. രാജസ്ഥാനിലും ഗുജറാത്തിലും 1 സീറ്റെങ്കിൽ 1 സീറ്റ് പോലും BJPക്ക് നഷ്ടമാകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ കേവല ഭൂരിപക്ഷം മറികടക്കുക എന്നുള്ള ആ ലക്ഷ്യത്തെ പോലും ഇല്ലാതാക്കും. അത്രമേൽ ഭീതിതമായ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട് BJP. ഉത്തരേന്ത്യയിൽ അവർ പ്രതീക്ഷിച്ച കുതിപ്പിന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ സത്യസന്ധമായ റിപ്പോർട്ടുകളും. ഗോദി മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അത് അങ്ങനെയല്ല എന്ന് ഈ ലോക് പോൾ അടക്കമുള്ള സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന, സത്യസന്ധത പുലർത്തുന്ന, കൃത്യത പുലർത്തുന്ന ഏജൻസികൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. ഗുജറാത്തിലും രാജസ്ഥാനിലും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷത്രിയരുടെ വലിയ പ്രതിഷേധം കൂടി കണക്കിലെടുത്താൽ BJPയുടെ നില ഇതിലും പരുങ്ങലിലാകും. 2 ഇടങ്ങളിലും ക്ഷത്രിയ വോട്ടുകൾ നിർണായക സ്വാധീനമുള്ള ഇടങ്ങളാണ്. ഇപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തലവേദന. അതോടൊപ്പം അവിടുത്തെ ആദിവാസി വിഭാഗം BJPയിൽ നിന്ന് അകലുന്നത് വടക്കൻ ഗുജറാത്തിലും തെക്കൻ ഗുജറാത്തിലും ഈ ആദിവാസി വോട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവർക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും ഒരു വലിയ പരിധിവരെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകമാകും. ആം ആദ്മി പാർട്ടിയുമായി സഖ്യമായതും BJPക്ക് തിരിച്ചടിയാണ്. അപ്പോൾ ചുരുങ്ങിയത് അവിടെ ഒരു 3 മുതൽ 5 വരെ സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെ BJPക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഈ സർവേയിൽ പ്രതിഫലിക്കാത്ത ഈ ക്ഷത്രിയ വിഭാഗത്തിൻ്റെ പ്രതിഷേധം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ സ്കോർ നില ഒരല്പം കൂടി ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല. എങ്കിലും 3 എന്നുള്ള നിലയിൽ അവിടെ നിൽക്കട്ടെ. രാജസ്ഥാനിൽ 6 സീറ്റുകൾ എങ്ങനെ പോയാലും ഇക്കുറി കോൺഗ്രസിന് നേടാനാകുമെന്ന അവസ്ഥയിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അത് പോകും എന്നാണ് ലോക് പോളിൻ്റെ സർവേ പറയുന്നത്. അവിടെ ഭാരതീയ ആദിവാസി പാർട്ടിയുമായി സഖ്യത്തിലാകാൻ കഴിഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അവർ മത്സരിക്കുന്ന ബെൻസ്വാരയിൽ വിജയം 100% ഉറപ്പ്. ബെനിവാളിൻ്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാക്കുന്നു. ആ സീറ്റും ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ സഖ്യകക്ഷികളുടെ 2 സീറ്റ് ഉറപ്പ്. സിറ്റിംഗ് MP ആയ കസ്വാൻ BJPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തി മത്സരിക്കുന്ന ചുരുവിലും ജയം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 3 സീറ്റ് ഇപ്പോൾ തന്നെ കോൺഗ്രസിന് 100% ഉറപ്പിക്കാവുന്നുള്ളത്. മറ്റ് 3 സീറ്റുകളിലും കോൺഗ്രസ് വിജയം ഉറപ്പിക്കുന്ന പ്രവർത്തനം നടത്തുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള മത്സരിക്കുന്ന കോട്ടയടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ വികാരമുണ്ട് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതെല്ലാം ശരിവയ്ക്കുകയാണ് ലോക് പോൾ. ലോക് പോൾ ഈ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകളിൽ ഏറ്റവും പ്രധാനം അവിടെ മുഖ്യമന്ത്രിയായ ഭജൻലാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും രാജസ്ഥാൻ ജനതയെ വിശ്വസിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങളെ കയ്യിലെടുക്കാൻ ഭജൻലാലിന് സാധിക്കാത്തത് വസുന്ധര രാജെ എന്ന
BJPയുടെ രാജസ്ഥാനിലെ എക്കാലത്തെയും വലിയ നേതാവിനെ അകറ്റി നിർത്തി നേട്ടം കൊയ്തു കളയാമെന്നുള്ള BJP മോഹങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ്. വസുന്ധര രാജേഷ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. പലയിടങ്ങളിലും BJPയുടെ വിമതന്മാരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ വസുന്ധര രാജേ ക്യാമ്പിൻ്റെ നീക്കങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഭജൻലാൽ എന്ന മുഖ്യമന്ത്രി ഒരു പരാജയമാണ് എന്നുള്ള വിലയിരുത്തൽ രാജസ്ഥാനിലുണ്ട്. വടക്കൻ രാജസ്ഥാനിൽ കർഷകരുടെ BJPക്കെതിരായിട്ടുള്ള വലിയ വികാരം, ഇപ്പോൾ ക്ഷത്രിയർ BJPക്കെതിരായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം, അതുപോലെ ഈ അഗ്നിവീർ പട്ടാളവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ വലിയ പ്രതിഷേധം, അത് ഷെഖാവതി മേഖലയിൽ അവിടെ നിന്നാണ് കൂടുതലായി പട്ടാളക്കാർ ഇന്ത്യൻ സേനയിലുള്ളത്. അപ്പോൾ ആ മേഖലയിൽ ഈ പട്ടാളം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്കിടയിൽ ഈ അഗ്നിവീർ വല്ലാത്ത ഒരാശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഷേധമുണ്ട്. മറ്റൊന്ന്, ജാട്ട്, മുസ്ലിം, മീണ, മേഘവാൾ വിഭാഗങ്ങളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ഒന്നിപ്പിക്കാൻ കഴിയാതിരുന്നവരെ ഒന്നിപ്പിക്കാൻ അശോക് ഗെഹ്ലോട്ടിനും സച്ചിൻ പൈലറ്റിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വഗാദ് മേഖലയിലെ നിർണായക സാന്നിധ്യമായ ഭീൽ ഗോത്രവർഗത്തെ BJPയെ ഒപ്പം കൂട്ടിയതിലൂടെ കോൺഗ്രസിൻ്റെ ഒപ്പം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാരതീയ ആദിവാസി പാർട്ടിയുമായും ബേനിവാളിൻ്റെ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരമൊരു സഖ്യം സാധ്യമാക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അത് 100% ഉറപ്പ്. കാരണം അവർ പിടിച്ച വോട്ടുകൾ കോൺഗ്രസിൻ്റെ പരാജയത്തിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റു തിരുത്തി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും അവിടുത്തെ PCC അധ്യക്ഷനുമൊക്കെ ഒരേ വികാരത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് രാജസ്ഥാനെ വ്യത്യസ്തമാക്കുന്നത്. അതായത് BJPക്ക് വലിയ ഷോക്ക് നൽകാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും രാജസ്ഥാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് BJPക്കകത്തെ വലിയ പ്രശ്നങ്ങളും ഒരു പരിധിവരെ കാരണമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാജസ്ഥാനും ഗുജറാത്തും ലോക് പോളിൻ്റെ സർവേ പ്രകാരം BJPക്ക് ചുരുങ്ങിയത് 10 സീറ്റുകൾ നഷ്ടപ്പെടുന്ന 2 സംസ്ഥാനങ്ങളായി മാറുന്നു. 100-ൽ 100 പ്രതീക്ഷിച്ചിരിക്കുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് 10 സീറ്റുകൾ നഷ്ടമാകുന്നു എന്നുള്ളത് അവരുടെ 272 എന്ന കണക്കുകൂട്ടലിനെ പോലും തെറ്റിക്കുന്നതാകും എന്നതിൽ ഒരു തർക്കവും വേണ്ട. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്